ചിന്തിക്കണം. എന്തൊക്കെയാ ബാധ്യത? അയൽവാസികളോട് ബാധ്യത ഉണ്ട്. عن معاذ بن جبل رضي الله عنه قال قال رسول الله قالوا معاذ بن جبل തങ്ങൾ പറയുന്നു, ഒരിക്കൽ സ്വഹാബികൾ വന്ന് ഹബീബായ നബിയോട് പറഞ്ഞു, മാ ഹഖുൽ ജാരി അലൽ ജാരി, അയൽവാസികൾക്കുള്ള ബാധ്യത എന്താണ് നബിയെ എന്ന് മുസ്തഫായ നബി ഹബീബായ നബിയോട് ചോദിച്ചു. നബി, എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അയൽവാസികളോടുള്ള ബാധ്യത? ഒരിക്കൽ ഹബീബായ നബിയോട് സ്വഹാബികൾ വന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല മുസ്തഫായ നബി പറഞ്ഞു, ഇനിസ്തഖറലക അഖറൽതഹു, അവൻ എന്നോട് കടം ചോദിച്ചാൽ കടം കൊടുക്കുക. ഇല്ലെങ്കിൽ അവന് കട ആവശ്യമുണ്ട് എന്നത് നിന്റെയും കൂടെ, നിനക്കിപ്പോ ഒരു കട ആവശ്യമുണ്ടെങ്കിൽ നീ 4 ആളെടുത്ത് പായോലോ, എങ്കിൽ അവനെയും കൂട്ടി 4 ആളെടുത്ത് ഒന്ന് പറഞ്ഞു നോക്ക, ആത്മാർത്ഥമായി പായ. ഇനിസ്തഖറലക, അവൻ എന്നോട് കടം ആവശ്യപ്പെട്ടാൽ അഖറൽതഹു, നീ അവന് കടം കൊടുക്കുക. ഒന്ന്. 2, വൈനിസ്തആനക അൻതഹു, അവൻ എന്നോട് ഏതെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ അൻതഹു, നീ അവനെ സഹായിക്കുക. ഏത് സഹായം ആവശ്യപ്പെട്ടാലും സഹായിക്കുക. ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് യുഖീമൂന അസ്സലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവരെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം. അങ്ങനെയാണ് മല്ലായർഹമു, പോക്കറ്റ് ഇങ്ങനെ വെക്കുന്ന ആളുകൾക്ക് അള്ളാന്റെ സ്വർഗം കുറച്ചാൽ അങ്ങനെ ചെയ്യും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുസ്തഫായ നബി പറഞ്ഞപ്പോ സാധാരണയായി സന്ദർശിക്കണം. അവന് ഇതുവരെ കടം വാങ്ങണതാ പറഞ്ഞത്. ഇനി അവന് ആവശ്യത്തിന്റെ സമയം വരികയാണെങ്കിൽ ആദ്യം പറഞ്ഞത് അവന് താൽക്കാലിക ബുദ്ധിമുട്ടുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടും, അപ്പോഴാണല്ലോ അവൻ കടം വാങ്ങാൻ. ഇതങ്ങനെയല്ല, ഇനി പെട്ടെന്ന് പൈസ കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ല. എങ്കിൽ അവന് ആവശ്യം വന്നാൽ തിരിച്ചു കിട്ടാത്ത നിലക്ക് കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക. വീണ്ടും ആവശ്യം വന്നാൽ വീണ്ടും കൊടുക്കുക. അവന് കൊടുത്തോണ്ടേയിരിക്കുക, അവൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക, വാങ്ങിക്കൊണ്ടേയിരിക്കുക. എന്നെ കയ്യില്ലെങ്കിൽ ഇജി അതിന്റെ പരിസരത്ത് താമസിക്കണ്ട, അത്രയുള്ളൂ. അല്ല, പറ്റൂലെങ്കിൽ പാർക്കണ്ട, അങ്ങനെയല്ലേ പറഞ്ഞത് ഹബീബായ റസൂൽ? അങ്ങനെയല്ലേ പറഞ്ഞത്? അവനവന്റെ അയൽവാസിയെ നോക്കാത്തവന് അള്ളാഹ് സ്വർഗ്ഗം ഉണ്ടാവില്ല. അവനവന്റെ അയൽവാസികളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാത്ത ഹോജയായിട്ട് കാര്യമില്ല. ആ ഹോജയൊക്കെ ദുന്യാവിലെ ഹോജയാണ്, അള്ളാഹ് സ്വർഗ്ഗം കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത്രയും കണിശമാണ് മുഹമ്മദ് നബി. അങ്ങനെയല്ലേ പറഞ്ഞത്? ചിന്തിക്കണം. മുസ്തഫാ നബി പറയാണ്, അവന് ആവശ്യം വന്നാൽ കൊടുക്കണം. വീണ്ടും ആവശ്യം വന്നാൽ പിന്നെയും കൊടുക്കണം. അവൻ എന്തെങ്കിലും നേട്ടം ലഭിച്ചാൽ ഉടനെ പോയി അവനോട് ഹന്നൈതഹു തഹ്നിയത്ത് പറയണം, ഒരു ആശംസാവചനം പറയാം. ഹന്നൈതഹു. ചില ആളുകളുണ്ട് ബുദ്ധിമുട്ടിയാൽ മാത്രം ഒന്ന് കാണും, ബുദ്ധിമുട്ടിയാൽ നമ്മൾ ഒക്കെ സമായല്ലോ എന്നൊക്കെ കാണും. എന്തെങ്കിലും നന്മ ഉണ്ടായാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അവൻ തൽക്കാലം വീട് പൊളിച്ചു പണിയെടുത്തു എങ്കിൽ ആ ഭാഗത്തേക്ക് വരില്ല. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കുട്ടീനെ നല്ലയിടത്തേക്ക് കെട്ടിച്ചു, ആ ഭാഗത്തേക്കൊന്നും സഹകരിക്കൂല. അതിന് ഹസദ് എന്നാ പറയുക. അത് വല്ലാത്ത ലോക. അത് ആകാശത്തെ ആദ്യത്തെ ദോഷത്തിന് കാരണവും ഭൂമിയിലെ ആദ്യത്തെ ദോഷത്തിന് കാരണവും അസൂയാണ്. അയൽവാസികൾക്കിടയിൽ അസൂയ ഇഷ്ടം പോലെ നടക്കും. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് വരാം, ശ്രദ്ധിക്കണം. ഹബീബായ നബി പറഞ്ഞു, അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഖൈറുണ്ടായാൽ, ഒരു ഖൈറുണ്ടായി, നിന്റെ വീട്ടിലേക്ക് വിചാരിച്ചിരുന്ന പുതിയാപ്പിള അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ മകളെ ഉറപ്പിച്ചാൽ സന്തോഷായി. അൽഹംദുലില്ലാ, നിങ്ങൾക്കാണല്ലോ വിരിച്ചത്, സന്തോഷായി. എനിക്ക് കിട്ടിയാൽ നിങ്ങൾ കിട്ടിയാലും നന്നായി, തൃപ്തിയായി. അന്നൈതഹു എന്ന് പറയാ. അവൻ എന്തെങ്കിലും മുസീബത്ത് വന്നാൽ അസ്സൈതഹു, അവനോട് അനുശോചനം പറയുക. സാരല്ല കേട്ടോ, അള്ളാഹു ക്ഷമിച്ചോളൂ, അള്ളാഹു തആല ഫലം തരും. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അള്ളാഹിന്റെ തൗഫീഖോടുകൂടെ നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാവും. ബേജാറാവണ്ട, വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, പേടിക്കണ്ട, സാരല്ല എന്ന് പറയാം. ഒന്ന് സമാശ്വസിപ്പിക്കുക. അവൻ മരിച്ച ദിവസം നീ എന്ന് ഓഫീസിൽ പോകാതിരിക്കുക, കച്ചവടപ്പീടിക തുറക്കാതിരിക്കുക, അങ്ങനെ അവിടെ തന്നെ കൂടുക.
അവിടെ നീ ഇരുന്നു, അവിടെ ഇരുന്ന് നീ തിരുവനന്തപുരത്തെ വലിച്ചു നീട്ടിയ കഥ പറയല്ല വേണ്ടത്, തിരുവനന്തപുരത്തെ വർത്താനത്തിന്റെ കഥ പറയല്ല, അല്ലെങ്കിൽ ഡൽഹിയിലെ കഥ പറയല്ല വേണ്ടത്. അവിടെ ഇരുന്ന് ഖുർആൻ ഓടിയിട്ട് അവന് ഹദ്യ ചെയ്യുക. മോമിനിങ്ങളെ സ്വഭാവമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പിടിത്തട്ടെ. ദുആ ചെയ്യുക, അവന് വേണ്ടി ദുആ ചെയ്യുക, അവന് വേണ്ടി ഖുർആൻ ഓടുക. അവന്റെ ദിവസം അവിടെ വരുന്നവർക്ക് വേണ്ടി നീ എത്ര വലിയവനായാലും, നീ ഖാദിൽ ഖുലാത്തായാലും, നീ പണ്ഡിതനായാലും, നീ പണക്കാരനായാലും, മന്ത്രിയായാലും, നിന്റെ യോഗ്യതയനുസരിച്ച് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ സേവനം ചെയ്യുക. അന്നത്തെ നിന്റെ തിരക്കണ്ട് ഒഴിവാക്കുക. അതന്നെ. പിന്നെയോ വലാ തസ്തതിൽ അലൈഹിൽ ബിനാ, നിന്റെ വീട് അവന്റെ മേൽ നീ ഉയർത്താൻ പാടില്ല. ഫതുഹജ്ജിബ അൻഹു റീഹ, അവന്റെ വീട്ടിലേക്ക് കാറ്റ് വരുന്നത് തടയുന്ന വിധത്തിൽ നിന്റെ വീട് ഉയർത്താതിരിക്കുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യനാണോ ഭീകരവാദി? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാരെ തൊട്ടടുത്ത്, ഈ നേരത്തെ ഇവിടെ പറഞ്ഞു, ഈ പറഞ്ഞതിലൊക്കെ മുസ്ലിമും പെടും എല്ലാവരും. എന്റെ തൊട്ടടുത്ത വീട്ടിൽ വേലായുധൻ, ഒരു കൃഷ്ണൻ, ഒരു തോമസ് പാർക്കനുണ്ട്. ആ വീട്ടിലേക്ക് കാറ്റ് വരുന്നത് തടയുന്ന വിധത്തിൽ നീ നിന്റെ നിന്റെ വീടിനെ നീ ഉയർത്താതിരിക്കുക. അവന്റെ വീട്ടിലേക്ക് കാറ്റ് വരുന്നത് തടയുന്ന വിധത്തിൽ നീ വീട് കെട്ടാതിരിക്കുക. ഇല്ലാ ബിഇദ്നിഹി, അവന്റെ മനസ്സറിഞ്ഞ സമ്മതം ഉണ്ടെങ്കിൽ ഓക്കെ, സാരല്ല, നിങ്ങൾ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. കെട്ടിക്കോളൂ ചിലപ്പോ പറയും, കാരണം അത്രയും വലിയ ഉപകാരം ഇയാളെ കൊണ്ട് മറ്റേ ഉണ്ടെങ്കിൽ അത് ചിലപ്പോ പറയും. എങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് പറയണം. നിന്റെ പാത്രത്തിന്റെ വാസന കൊണ്ട് അവനെ ബുദ്ധിമുട്ടാക്കാതിരിക്കുക. നീ എല്ലാ ദിവസം ഇങ്ങനെ മട്ടൻ തിളപ്പിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചിക്കൻ തിളപ്പിക്കും, അല്ലെങ്കിൽ നല്ല 1-ാം നമ്പർ നെയ്മീൻ ഇങ്ങനെ, പിന്നെ മത്സ്യബന്ധന നിരോധനമുള്ള സമയമാവും, നിനക്ക് പ്രശ്നമില്ല. നിന്റെ കയ്യിൽ വലിയ വലിയ നോട്ടുണ്ടല്ലോ, പാളാന്റെ അത്ര വലുപ്പമില്ല നോട്ട് നിന്റെ കയ്യിലുണ്ട്, നിനക്ക് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും. നീ കോഴിക്കോട്ടത്തെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുതലാളിയാണ്, അല്ലെങ്കിൽ വലിയ ആളാണ്, അല്ലെങ്കിൽ വലിയ പണക്കാരനാണ്, അല്ലെങ്കിൽ വലിയ പണ്ഡിതനാണ്, ആരാണെങ്കിലും ഇഷ്ടം പോലെ ഉറുപ്പ്യ എന്റെ കയ്യിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഈ 1-ാം നമ്പർ നെയ്മീനൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പൊരിക്കുക. എന്നിട്ട് തൊട്ടടുത്ത അയൽ വീട്ടിലെ കുട്ടി ഇങ്ങനെ മുറ്റത്ത് വരുമ്പോ, എന്തേ വാപ്പാക്ക് പണിക്ക് പോയിട്ടില്ലേ എന്ന് ചോദിക്കുക. ഇല്ല വാപ്പാക്ക് എന്തേ ഇന്ന് പണിയില്ല. ഓ വല്ലാത്തൊരു വാപ്പ തന്നെ കേട്ടോ എന്ന് കുട്ടിനോട് പറയാ. എന്നിട്ട് ഇങ്ങനെ വലിയ ആളാവുക. എന്നെ ഈ ഇങ്ങോട്ട് നിസ്കരിച്ചിട്ട് ആ പായൽ ഇങ്ങോട്ട് ഒന്ന് നിസ്കരിച്ചിട്ട് ആയത്തുൽ കുർസി ഓതിയിട്ട് എന്നെ അള്ള സ്വർഗ്ഗത്തിൽ കണ്ട് കൊണ്ടുപോവുക. അതൊന്നും നടക്കുമെന്ന് വിചാരിക്കണ്ട, നടക്കൂല, അത് നടക്കൂല. പാവപ്പെട്ടവന് വേണ്ടി ഇതങ്ങോട്ട് തുറക്കാത്തവന് അള്ളാന്റെ സ്വർഗം ഉണ്ടാവില്ല, വിചാരിച്ചോളൂ. മാന്യത കളഞ്ഞവന് അള്ളാന്റെ സ്വർഗം ഉണ്ടാവില്ല. അത് വേലായുധനാണ് പരിസരവാസിയാണെങ്കിൽ പോലും, ഒരാശാരിയാണ് പരിസരവാസി, അല്ലെങ്കിൽ മണ്ണാനാണ്. തണുപ്പ് വന്നാൽ മഴ ഉണ്ടെങ്കിൽ അവർക്ക് പണിയില്ല, മഴയാണെങ്കിൽ പണിയില്ല. ഇന്ന് എന്തേടാ ഒന്ന് അച്ഛന് പണിക്കോയില്ലേ? ഇല്ല അച്ഛൻ പണിക്കോയില്ല. എന്തേ അച്ഛൻ ഇന്ന് പണിയില്ല. അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു വേലായുധൻ, അയാൾ തെങ്ങായിരുന്ന തൊഴിലാളിയാണ്, തെങ്ങുമെന്ന് വീണു. ഈ നല്ല മട്ടൻ ഇങ്ങനെ തിളപ്പിക്കുക, നല്ല 1-ാം നമ്പർ മീൻ വാങ്ങി പൊരിച്ചിട്ട് ഇങ്ങനെ വിഴുങ്ങ, ഇങ്ങനെ ഉരുട്ടിയിട്ട് വിഴുങ്ങ. ആ വേലായുധന്റെ പാവപ്പെട്ട കുട്ടികൾ ഇങ്ങനെ വീട്ടുപടിക്കൂടെ വരിക. അച്ഛനെ വന്നൊരു സൊക്കടെ, ഈ ഇങ്ങനെ ഏമ്പൊക്കെ മുട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് പറയാ, അച്ഛനെ വന്നൊരു സൊക്കടെ, തെങ്ങുമെന്ന് വീണൂല്ലേന്ന് ഇടക്കിടക്ക് ഈ കുട്ടിനോട് പറയാ. നിനക്കൊന്നും അള്ളാ സ്വർഗം ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇതാണ് ഹബീബ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാവരും മനസ്സിലാകാൻ വേണ്ടി ഇതാണ് പറഞ്ഞത്. നിന്റെ പാത്രത്തിന്റെ വാസന കൊണ്ട് അയാളെ ബുദ്ധിമുട്ടാക്കാതിരിക്കുക. ഇല്ല തകരിഫലഹു, അയാൾക്ക് കുറച്ച് കൊടുത്തേക്കാണെങ്കിൽ പറ്റും. എന്നെ നീ 1 കിലോ വാങ്ങേണ്ട അടുത്ത് 1.5 കിലോ വാങ്ങാം, എന്നിട്ട് 1/2 കിലോ അങ്ങോട്ട് കൊടുത്തേക്കാം. എന്നാ തിളപ്പിക്കുകയാണെങ്കിൽ സാരല്ല. അപ്പൊ അവർക്ക് സന്തോഷം ഉണ്ടാവും. മുലാലിന്റെ വീട്ടിൽ നല്ല വാസന വരുന്നുണ്ട്, അവർക്ക് സന്തോഷം ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് സന്തോഷം ഉണ്ടാവും. അങ്ങനെ ചെയ്യാം. ഇതാണ് ഹബീബായ നബി പറഞ്ഞത് സല്ലല്ലാഹു. മനസ്സിലാവണില്ലേ? പിന്നെ അവർക്കും കുറച്ച് കോരി കൊടുത്തേക്കുകയാണെങ്കിൽ പറ്റും. നിനക്ക് മീനുണ്ടാക്ക, നല്ല വാസനിക്കണ മീനെന്നെ ഉണ്ടായിക്കോളൂ. ആ വീട്ടിൽ നിന്ന് തൽക്കാലം അതിനനുസരിച്ച് നിന്റെ വീട്ടിലെ മീനിന്റെ വാസന അനുസരിച്ച് അവര് അന്ന് ഉണ്ടാക്കണ കറിയും കൂടി ഒഴിവാക്കും. കാരണം ഇതാ മുതലാളിന്റെ അവിടുന്ന് നല്ല മീനിന്റെ വാസന വരുന്നുണ്ട്, നമുക്ക് ഏതായാലും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നിനി വേറെ കറിയൊന്നും വേണ്ട, ചോറും വെച്ചിട്ട് അവർ കാത്തിരിക്കുക, ഇയാൾ കൊടുത്തേക്കും.
ധന്യ ഇസ്ലാം മതം. ഇതിനെ ഭീകരവാദം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ പ്രാണികൾ സഹിക്കും. മനുഷ്യന്മാര് ഇതെന്തു മതാണ്? ഇത് തോമസിനോടും കൃഷ്ണനോടും പോലും കാണിക്കണമെന്ന് മുഹമ്മദ് നബി. പിന്നെയോ നിന്റെ വീട്ടിലേക്ക് നീ ഫ്രൂട്ട്സ് വാങ്ങിയാൽ അവർക്കും ഹദിയ കൊടുത്തേക്കുക. ഫ്രൂട്ട്സ് വാങ്ങിയാൽ നേരെ ഈ കൊണ്ടേറ്റ് എത്രയോ പാപ്പിളിന് വില 60 റുപ്യ. ഈ ഒറ്റയ്ക്ക് ഇയ്യും എന്റെ ഭാര്യയും കൂടി നല്ല 1-ാം നമ്പർ വൈറ്റമിൻ കയറ്റിയിട്ട് ഇങ്ങനെ 1-ാം നമ്പർ കുട്ടികൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് കാത്തിരിക്കണ്ട, എന്നിട്ട് കുറച്ചാണ് കൊടുത്തേക്കുക. നേരെ തൊട്ടടുത്ത വീട്ടിലേക്ക് കൊടുത്തേക്ക്. അത് ചെയ്യാൻ മാത്രം നിനക്ക് പൈസ ഇല്ല, അതിന് മാത്രം ഫ്രൂട്ട്സ് നീ വാങ്ങുന്നില്ലെങ്കിൽ ആരും കാണാതെ ഫ്രൂട്ട്സ് വീട്ടിൽ കൊണ്ടുപോവുക. അങ്ങനത്തെ ഒരു സാധനം വീട്ടിൽ കയറ്റി എന്നുള്ള വർത്തമാനം ആരും അറിയാൻ പാടില്ല. ഇങ്ങോട്ട് നോക്കിയെല്ലാവരും. ഇത്തരം സാധനവും കൊണ്ട് നിന്റെ കുട്ടിയെ മുറ്റത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കുക. ആര് പറഞ്ഞു? മുഹമ്മദ് നബി. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ ഈ ലോകത്ത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മതത്തിനാണോ ഭീകരവാദം എന്ന് പറയുന്ന മനുഷ്യന്മാര്? ഇത് പ്രപഞ്ചത്തോട് ചെയ്യുന്ന അധർമ്മമാണ്. ഈ മതത്തെ ഭീകരവാദം, ഈ മതവിശ്വാസിയെ ശ്രീമാൻ ആനന്ദ് പറഞ്ഞതുപോലെ വേട്ടക്കാരൻ എന്ന് പറയുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന അധർമ്മമാവും. ഹബീബായ നബി പറഞ്ഞു, അത്യാവശ്യമാണ് നിനക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങേണ്ടി വരും, എന്നാൽ വാങ്ങിക്കോ. അത്യാവശ്യമാണ് നിന്റെ ഭാര്യക്ക് സുഖല്ലേ, കുട്ടികൾക്ക് സുഖല്ല, നല്ല ഫ്രൂട്ട്സിന്റെ വൈറ്റമിൻ കൊടുക്കട്ട്, ചോരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ആയിക്കോട്ടെ കൊടുത്തോ. പക്ഷേ ആരും കാണാതെ വീട്ടിൽ കൊണ്ടുപോവുക. എന്നിട്ടോ ഈ ആപ്പിളോ അല്ലെങ്കിൽ ഈ സാധനോ ഈ ഓറഞ്ചോ അല്ലെങ്കിൽ ഈ റുമ്മാനോ എടുത്തിട്ട് കുട്ടിയെ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്. അത് കാണുമ്പോ മറ്റേ വീട്ടിലെ കുട്ടിക്കും വിഷമം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മുഹമ്മദ് നബി. എന്താ മുസ്തഫ റസൂലുള്ളാഹി ഒരു സ്വലാത്തില്ലേ മനുഷ്യന്മാരെ? സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്.